ഹലോ അസ്സാം വലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പിന്നെ എന്താ പുറത്തിറങ്ങിയപ്പോൾ പിന്നെന്താ ഒരു കർമ്മത്തി കിട്ടി. ഒരാളൊരു കർമ്മത്തി തന്ന്, ഒരാൾ പൂള തന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടായതിൻ്റെ ചേമ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചുകൊണ്ട് ഒരു കൂട്ടാൻ വെക്കട്ടെ, കഞ്ഞിയും കൂട്ടാനും ആക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ മീനും ഇല്ല, ഒന്നുമില്ലല്ലോ അല്ലേ കൂട്ടാനൊക്കെ. മീൻ വണ്ടി വരലുമില്ല, മീനിട്ട് കഴിക്കാൻ പാടുമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടാനൊന്നുമില്ല. അപ്പോൾ പിന്നെ കർമ്മത്തിയും പൂളയൊക്കെ കിട്ടിയപ്പോൾ രണ്ട് ചേമ്പും തണ്ടൊക്കെ ഇട്ടുകാണ്ട് അതിൻ്റെ തള്ളിയൊക്കെ ഇട്ടുകാണ്ട് ഒരു കൂട്ടാൻ വെക്കട്ടെ വിചാരിച്ചുകാണ്ട് ഇങ്ങനെ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അത് പുറത്ത് അവിടെയൊക്കെ മഴ ഇതൊന്നായിട്ട് പിന്നെ വെള്ളവും ചളിയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്നെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോന്നിക്കാണ്ടേ ഇരുന്നിക്കാണ്ട് ഇങ്ങനെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. കൂട്ടാൻ ഞാൻ അതിന് മുന്നേ ചോറ് വെച്ച് പറ്റിയേക്കണേ, പിന്നെ പരിപ്പ് കറി പരിപ്പ് മുളക് ഇട്ടേക്കണേ. പിന്നെ ഈ കൂട്ടാനും അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല അടിപൊളി കൂട്ടാനായല്ലോ അല്ലേ. നല്ല ഇലയും നല്ല ചേമ്പും തണ്ടിൻ്റെ ഇല ഇല കണ്ട് എടുക്കുക, തണ്ടും കർമ്മത്തിയും പിന്നെ എല്ലാം കൂടി ഇട്ട് വെച്ചാൽ പൂളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമാണല്ലോ അല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ തന്നെ അധികം ഉണ്ടാക്കൽ, നമ്മളിലൊന്നൊക്കെ എപ്പോഴും ഇങ്ങനെ കൂട്ടാൻ വെച്ചിരുന്നു. ഇപ്പം പിന്നെ കൂട്ടാൻ വെക്കാൻ നമുക്ക് എല്ലാ സാധനം കൂടി മഴ അന്നൊക്കെ കാരണം തൊടുവിലെല്ലാം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഒക്കെ നമ്മൾ ഒക്കെ വാങ്ങിയിട്ട് വേണ്ടേ. അപ്പോൾ പിന്നെ അയൽക്കാരൊക്കെ ഓരോന്ന് തരുമ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഒക്കെ ഇട്ടുകാണ്ട് വെക്കുക കേട്ടോ. നല്ല രസമാണ് മഴക്കാലത്ത് ഇങ്ങനെ ചായയിലും കൂട്ടുക കഞ്ഞിക്കും കൂട്ടുക, നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കുക കേട്ടോ ഞാൻ. പിന്നെന്താ അത് കഴിഞ്ഞുകാണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നേരത്തെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ. കാരണം ഇപ്പം ഇന്നിപ്പോൾ കോഴിക്കോടൊക്കെ ആകെ ചീഞ്ഞ് മഴ ചെയ്തുകാണ്ടേ 8-10 ദിവസം പോലെ മഴ ഇതായില്ലേ. ആകെ കോഴിക്കളൊന്നും കൂട്ടൊക്കെ വരുന്നില്ല. പിന്നെ കോഴിക്കളൊക്കെ ആരാൻ്റെ കൂട്ടക്കും പോകുക, മുട്ടടാനും വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് നേരത്തെ തന്നെ പണി അയച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ട് ഇറങ്ങിയതേന് കോഴിക്കോടൊക്കെ നന്നാക്കട്ടെ വിചാരിച്ചാണ്. അപ്പോഴാണ് ഇത് പൂളക്കയും കർമ്മത്തിയൊക്കെ കിട്ടിയത്. അപ്പോൾ പിന്നെ അവിടെ വെച്ചുകാണ്ട് തന്നെ പുറത്ത് വെച്ചുകാണ്ട് തന്നെ അരിയലും ഇതൊക്കെ ആണ് ചെയ്തതാണ്. അപ്പോൾ തന്നെ അതൊക്കെ വെച്ച് കൂട്ടാനും വെച്ച് കേട്ടോ. പപ്പടം പൊരിച്ചേക്കണ്, പരിപ്പും തക്കാളിയും കൂടി കറി വെച്ചേക്കണു. അപ്പോൾ അതൊക്കെ റെഡിയായി. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കാണും പിന്നെയും പുറത്തൊക്കെ ഇറങ്ങിയേക്ക് തന്നെയാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം കോഴിക്കളായാലും വേണ്ട മനുഷ്യന്മാരെ മാതിരി തന്നെ അല്ലല്ലേ. ആ ചളിയിൽ ഇങ്ങനെ അതാകുമ്പോൾ ആറ്റിങ്ങൾ കൂട്ടക്ക് വിളയാൻ വരാൻ ഏറ്റവും ഒരു മടിയാണ്, വരൂല. അവിടെയും ഇവിടെയൊക്കെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതാ സീറ്റും ഇതൊക്കെ ഒന്ന് വലിച്ചിടട്ടെ എതികാണ്ട് കാറ്റിന് പാറിക്കാണ്ട് ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കുകയാണ്. സൺസൈഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ സീറ്റും അതും ഇതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ വിചാരിച്ച് അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് വലിച്ചിട്ടുകാണ്ട് പിന്നെ കോഴിക്കോട് നന്നാക്കുകയാണ്. കോഴിക്കോടിൻ്റെ ഉള്ളിൽ നല്ലോണം പിന്നെ കോഴിക്കാഷ്ടം നല്ലോണം ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണങ്ങുമ്പോൾ നമുക്ക് എടുക്കാൻ നല്ല മട്ടാണ്. അപ്പോൾ അത് എടുത്തുകാണ്ട് ഞാൻ കണ്ട് ജൈന പയറും ചേരങ്ങയൊക്കെ ഉണ്ടാക്കി ജൈന അതിനൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ മഴ ചെയ്തപ്പോൾ ആകെ ഒരു ഇതേക്കണം. അപ്പോൾ പിന്നെ ഞാൻ അടിച്ചാലും ചൂലുകൊണ്ട് അടിച്ചാലൊന്നും പോരൂല. ചെറിയ കൈക്കോട്ടുണ്ട്, ആ കൈക്കോട്ടിട്ട് നല്ലോണം വടിച്ചെടുക്കുകയാണ്. ആ വടിച്ചാൽ തന്നെ ലേശം വെയിലിട്ടിയാൽ തന്നെ ഉണങ്ങൂട്ടാ. ഇത് പിന്നെ അങ്ങനെ വെള്ളമായി ഇറങ്ങിയിട്ടേ അപ്പോൾ നല്ലോണം വടിച്ചുകാണ്ട് ഞാൻ പയറുണ്ടാക്കുന്നുണ്ട്. ആ പയറിനും വായക്കും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കരുതികാണ്ട് നല്ല മഴയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കോരി എടുത്തുകാണ്ട് നന്നാക്കുകയാണ്. എന്നാലേ ഇപ്പോൾ കോഴിക്കളൊക്കെ കൂട്ടക്ക് വരുള്ളൂ. എല്ലാം വേണ്ടല്ലേ നമ്മൾ നന്നാക്കി എടുക്കുക. വെയിലുണ്ടാകുമ്പോൾ അങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ ഒരു രസമാണ്. വെയിലുണ്ടാകുമ്പോഴേ പറ്റുള്ളൂ, മഴ ആകുമ്പോൾ നമ്മളും പുറത്തിറങ്ങണില്ലല്ലോ. അപ്പോൾ ആ പണികളൊക്കെ ഇങ്ങനെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ പയറുണ്ട്, പയറിൻ്റെ ഇതിന് വേണ്ടി കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എത്രമല ഒരു മരട് പയർ വെച്ചിട്ടാണ് നല്ല സാറിൽ ഉണ്ടായി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നാണ് കൈക്കോട്ടുകൊണ്ടാണ് മണ്ണ് ഇങ്ങനെ ഒന്നാണ് കൊത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മഴ കഴിയുമ്പോൾ പിടിച്ചോളും, നല്ലോണം പിടിച്ചോളും. പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ വായക്കും ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല നേന്ത്രവായയാണത്. അപ്പോൾ അതിനും ഇട്ട് കൊടുത്തു. ഇഷ്ടംപോലെ വളമുണ്ട്, വളം കാലൊന്നും വേണ്ട. പിന്നെ പറഞ്ഞാൽ നമുക്ക് ചിലവരിങ്ങനെ ആണ്ട് ഇങ്ങനെ എടുത്തേക്കും. പിന്നെ ചാക്കിലാക്കി വെച്ചുകൊണ്ട് വിറ്റാലും ഇങ്ങനെ തന്നെ അല്ല ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണം. ഇപ്പോൾ എല്ലാവരും ചാക്ക് കണക്കിന് വാങ്ങണതൊക്കെ നല്ല വിലയാണല്ലോ ഇപ്പോൾ ഇതിനൊക്കെ. അപ്പോൾ ഞാൻ നമുക്കിങ്ങനെ ഓരോ സാധനമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. വേറെ പുറത്തുനിന്ന് വളമൊന്നും വാങ്ങലില്ല. ഇപ്പോൾ ഈ പണി എടുക്കുന്ന ഇടയിൽ കൂടി ഫോൺ വന്നിട്ടാ ടീച്ചറെ പിന്നെ മോൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചറെ വിളിച്ചു, പ്രിൻസിപ്പൾ വിളിച്ചുകാണ്ട് പറഞ്ഞു പിന്നെ യൂണിഫോം പുസ്തകമൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ വരണം ഇറങ്ങാണ്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ ആ പണി എടുക്കാൻ വേണ്ടി ഏതായാലും ഇറങ്ങുകയും ചെയ്തു. ഇവനാകട്ടെ വിചാരിച്ചുകാണ്ട് വേഗം എടുക്കുകയാണ്. അപ്പോൾ പിന്നെ ആ പണിയൊക്കെ വേഗം കഴിച്ചുകാണ്ട് തിരുമ്പലും കുളിയൊക്കെ കഴിച്ചുകാണ്ട് ഓൻ്റെ സ്കൂളിലൊന്ന് പോകാണ്ട് അങ്ങനെ സ്കൂളിലൊക്കെ പോയി ഞാനും അവനും കൂടിയാണ് പോയത്. പോയിക്കാണ്ട് പുസ്തകം വാങ്ങി കൊടുന്നു. അവൻ്റെ യൂണിഫോമാണ് ഓട്ടകണ്ട് കേട്ടോ. ഞാൻ പാകണ്ടാ നോക്കിയതാണ്.
അവിടുന്ന് ഇട്ട് നോക്കിയില്ല. അതിൻ്റെ മുന്നേ ഒരു ദിവസം ഞാൻ അളവെടുക്കാൻ വേണ്ടി പോയിന്. അപ്പോൾ നല്ല കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ. ടീഷർട്ടും പിന്നെ 3/4 പാൻറ്റൊക്കെയാണ്. അപ്പോൾ കുറേ പുസ്തകങ്ങളും ഉണ്ട്. പിന്നെന്താ യൂണിഫോമൊക്കെ വാങ്ങിപ്പോന്നു. ക്ലാസ് തുടങ്ങണമെന്നും പറഞ്ഞിട്ടില്ല. ആ പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്ന് എല്ലാവരും വന്നുകൊണ്ട് അതൊക്കെ വാങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ ഓന് പിന്നെന്താ അത് ഇട്ട് നോക്കിയപ്പോൾ പാകം തന്നെയാണ്. അതൊക്കെ കഴിച്ചാൻ കൂട്ടേക്കണില്ല. എവിടേക്കാ പോകുക വിചാരിച്ചുകാണ്ടേ. അപ്പോൾ ഞാനതൊക്കെ കഴിച്ചൊക്കെ ഇനിയിപ്പോൾ അത് ഒലിമ്പിടണം. 2 കൂട്ടാണ്, 3 കൂട്ടും 4 കൂട്ടമൊക്കെ ഉണ്ട്. ചോദിച്ചു എത്ര കൂട്ടം നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചു. ഇതൊക്കെ പിന്നെ ഓല കണക്ക് പെട്ട 2 കൂട്ട് ഒരു സ്ഥിരമായിട്ട് എല്ലാവർക്കും കൊടുക്കണേ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ 3 4 കൂട്ടം വേണമെങ്കിൽ ഒരു തരും. നമ്മൾ അതിൻ്റെ ഫീസ് ഏറെ അടക്കണം. അപ്പം ഞാൻ പറഞ്ഞാൽ 2 തന്നെ മതി കയറും. അത് നമുക്ക് വന്നേക്കാൻ അപ്പം തന്നെ ഒലിമ്പിട്ടാൽ മതിയല്ലോ. അത് മതി ഇട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 ഞാൻ വാങ്ങിയിട്ടുള്ളൂ. 3 4 ഒക്കെ വാങ്ങിയവരുണ്ട് കേട്ടോ. നല്ല കളറൊക്കെയാണ്. ഇതിലേക്ക് സോക്സും ഷൂ ഒക്കെ വാങ്ങാണ്ട്, അതൊക്കെ വാങ്ങണം. പിന്നെന്താ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുറക്കാൻ ഇനിയും ദിവസം ഉണ്ടല്ലോ. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടല്ലേ തുറക്കുള്ളൂ. അപ്പോൾ തന്നെ വാങ്ങണം. സോക്സും ഷൂ ഒക്കെ വാങ്ങാണ്ട്. അപ്പോൾ ഓനിങ്ങനെ പുസ്തകങ്ങളൊക്കെ കണ്ടിങ്ങനെ കുത്തിറക്കുകയാണ്. എത്താൻ പുടിയേടില്ല. പോയി ഇരിക്കുവോ ഏതാണെന്നും അറിയില്ല. നമ്മുടെ അടുത്തല്ലേ എന്നുള്ള നിൽക്കാണ്ട് കൊണ്ടാക്കിയതാണ്. ടീച്ചർമാരും തന്നെ നമ്മുടെ അടുത്തുള്ള ടീച്ചർമാർ തന്നെയാണ് കേട്ടോ. നമ്മളെ വെങ്കുളത്തുള്ള ടീച്ചർമാർ, പിന്നെ ഒന്ന് വേങ്ങരയുള്ള ഒക്കെ അറിയണ പോലെ തന്നെയാണ്. തോനെ കുട്ടികളൊന്നും ഇല്ല. കുറച്ച് കുട്ടികളെ പോലെ എടുക്കുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ ആവശ്യം ഉണ്ടെങ്കിലും ഒരു കണക്ക് കുട്ടികളെ പോലെ എടുക്കണുള്ളൂ. നല്ല മദ്രസിൻ്റെ അതും അല്ലേ ഇംഗ്ലീഷും അറബിയും മലയാളവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് കാണ്ട് അപ്പോഴാണ് കുഞ്ഞാണി വന്നുകാണ്ട് വീഡിയോ എടുക്കുകയാണ്. ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന് കാണ്ട് ഓൻ്റെ പുസ്തകവും ഇതൊക്കെ ഇങ്ങനെ മറിച്ചുകാണ്ട് ഇങ്ങനെ കാണുകയാണ് ഏതൊക്കെ വിഷയങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ. അപ്പോഴാണ് ഇപ്പോൾ വീഡിയോ എടുക്കണതൊക്കെ അറിയാതെ എടുത്തതാണ്. അപ്പം നമ്മളെന്നും പറയണ മാതിരി തന്നെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. വീഡിയോക്ക് ലൈക്ക് കൊടുത്തിട്ടാണ് കണ്ടുകാണ്ടാണ് തുടങ്ങിക്കോളി. പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ വ്ലോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താ ഇന്നത്തെ കാലം മക്കളെ പഠിപ്പിച്ചാൽ തള്ളാർക്കും കുറച്ച് വിവരങ്ങളൊക്കെ വേണം മക്കളെ. പണ്ടത്തെ മാതിരിയല്ല. അപ്പോഴത്തെ ബുക്കൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. ഞാനിച്ച് വല്ലതും പുടിയാണ്ട് അത് പറഞ്ഞു കൊടുക്കാനറിയോ അതൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. അറബിയൊക്കെ പിന്നെ വായിച്ചാനറിയും, ഇംഗ്ലീഷൊക്കെ അക്ഷരങ്ങളൊക്കെ അറിയും. എന്നാലും വേറെ ഓരോരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അറിയാത്തൊക്കെ ഇനിയിപ്പോൾ മോളോട് ചോദിച്ചാന്നൊക്കെ വിചാരിച്ചാണ്. ഞാൻ പറഞ്ഞു മോളെ നമ്പറും കൂടി ഞാൻ പോയപ്പോൾ പ്രിൻസിപ്പളിനോട് പറഞ്ഞു മോളെ നമ്പറും കൂടി നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്താളിട്ടാ പറഞ്ഞു. അതെന്തിനാ ചോദിച്ചു. അപ്പോൾ അതല്ല, എനിക്ക് ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമേ, എല്ലാം കൂടി ഒന്നും മനസ്സിലാവൂല. അപ്പോൾ പിന്നെ ഓള ഗ്രൂപ്പിലുണ്ടായാൽ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം. അത് അപ്പം തന്നെ ആഡ് ചെയ്തു കേട്ടാ. അപ്പം അങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.